ഹായ് വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു പുതിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ 1K സബ്സ്ക്രിപ്ഷൻ ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു അവർ വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഹൈ എൻഡ് അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് പോലത്തെ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ റാപ്പ് സ്റ്റെബിലൈസറും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു മൊബൈലിൽ എടുത്തൊരു ഫുട്ടേജ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫോട്ടോസ്. ഗൂഗിൾ ഫോട്ടോസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഫുട്ടേജ് എടുത്തു, ആ ഫുട്ടേജ് ഗൂഗിൾ ഫോട്ടോസിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഏത് വീഡിയോ ആണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്തത്. ഇതാണ് നമ്മളുടെ ഒറിജിനൽ മീൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ. സോ ആ വീഡിയോയിൽ ജസ്റ്റ് എടുത്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ഒരു വിൻഡോ കിട്ടും, എഡിറ്റബിൾ വിൻഡോ ആയിട്ടുള്ളത്. അതായത് നമുക്കിപ്പം ഫുൾ വീഡിയോ ട്രിം ചെയ്യണമെങ്കിൽ ഫുൾ വീഡിയോ തന്നെ സെലക്ട് ചെയ്യുക. അത് വേണ്ട, നിങ്ങളുടെ വീഡിയോയിൽ കുറച്ച് പോർഷൻസ് മാത്രം മതിയെങ്കിൽ ഈ ലെഫ്റ്റും റൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് ഏത് പോർഷനാണോ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാം. ഞാനിവിടെ ഫുൾ വീഡിയോ കൊടുക്കുവാണ്. ഫുൾ വീഡിയോ കൊടുത്തിട്ട് ഈ സൗണ്ട് ബാർ ബട്ടൻ്റെയും അതേപോലെ തന്നെ മറ്റേ നമുക്കിപ്പുറം ഒരു സൈഡിലൊരു സ്റ്റെബിലൈസിൻ്റെ ഒരു പടം കാണാം. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ സ്റ്റെബിലൈസിങ്. അപ്പോൾ നമ്മുടെ സ്റ്റെബിലൈസിങ് നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സ്പീഡ് കൂടുകയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ സ്റ്റെബിലൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നേരത്തെ കണ്ട വീഡിയോയിൽ നിന്നും നല്ലൊരു വ്യത്യാസം നമുക്ക് പ്രടിക്കാം. നല്ല കുലുക്കമുള്ള വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഒരു എന്താ പറയുക, ഒരു വേവ് എഫക്റ്റ് നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യും. അപ്പം ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കുലുക്കങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് എക്സ്പോർട്ട് ഫ്രെയിം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ കൊടുത്ത എഡിറ്റ് അവിടെ അപ്ലൈഡ് ആയി, അതായത് സ്റ്റെബിലൈസ് ആയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാം. സേവ് ആസ് എ കോപ്പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറൊരു ഈ സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ വേറൊരു വീഡിയോയുടെ കോപ്പി പോലെ നമുക്ക് ഗാലറിയിൽ അവൈലബിൾ ആവും. ഓക്കെ, സോ നമുക്കത് ബാക്കിയുള്ള എഡിറ്റിങ്ങിനും കാര്യത്തിനും അല്ലെങ്കിൽ മിക്സിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം. രണ്ട് ഫുട്ടേജസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈക്ക് OIS സ്റ്റെബിലൈസേഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റെബിലൈസേഷനോ ഒക്കെ ഇൻബിൽഡ് ആയിട്ട് നമ്മുടെ ക്യാമറാസ് ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഇപ്പോൾ OIS സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ തന്നെയാണെങ്കിലും ചെറുതായിരുന്നു ഡിജിറ്റലി ഈ സെറ്റപ്പ് ഉപയോഗിച്ച് ഡിജിറ്റലി സ്റ്റെബിലൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ടേജ് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ വലിയ അതായത് നമ്മൾ കൈ കുലുക്കി അല്ലെങ്കിൽ ഓടി നടന്നുള്ള ഫുട്ടേജിനെ കുറിച്ചല്ല പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുന്ന വീഡിയോസോ അങ്ങനത്തെ പാൻ ചെയ്യുന്ന വീഡിയോസോ ഒക്കെ എടുക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഇഷ്യൂസ് ഉണ്ടാക്കും. അങ്ങനത്തെ ചെറിയ സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റും. ഇത് ക്രോപ്പ് സ്റ്റെബിലൈസേഷൻ പോലത്തെ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ പയ്യെ ഒന്ന് ക്രോപ്പ് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഫ്രെയിമും കൂടി എക്സ്ട്രാ ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.